ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലി നാൻസി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോറി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ ആ ബീപ്പ് സൗണ്ടിന് ശേഷമുള്ള പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും വരുന്നത്. കാരണം അവിടെ ആ പോർഷൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പോർഷൻ നിങ്ങൾ കേൾക്കാതെ ഈ യൂട്യൂബിൽ തന്നെ കേട്ടാലും അതിൻ്റെ കണ്ടിന്യൂറ്റി പോവില്ല സ്റ്റോറിയുടെ. പക്ഷേ നിങ്ങൾ ടെലിഗ്രാമിൽ പോയി ആ ബീപ്പ് സൗണ്ടിന് ശേഷമുള്ള പോർഷൻ കേൾക്കാമെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് കടക്കാം. ഇത് റോബിൻ്റെയും റോസ്മേരിയുടെയും കഥയാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം റോബിനായാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് റോബിൻ. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലുള്ള മാവേലിക്കരയിലാണ്. എൻ്റെ വീട്ടിലെ അംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ അപ്പച്ചൻ സേവ്യർ മാവേലിക്കരയിൽ തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു. അപ്പച്ചനെ ഞങ്ങൾ മക്കളെല്ലാവരും ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മച്ചിയുടെ പേര് ക്ലാര. ഒരു പാവം വീട്ടമ്മയാണ്. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ മൂത്തത് 2 ചേച്ചിമാരാണ്. ഏറ്റവും മൂത്ത ചേച്ചിയുടെ പേര് ഇസബെല്ല. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞതാണ് കേട്ടോ. ചേച്ചിയും എൻ്റെ വലിയ അളിയനും ഇപ്പോൾ കാനഡയിലാണ്. മൂത്ത അളിയൻ അവിടെ മെയിൽ നേഴ്സാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ പേര് റോസ്മേരി. വീട്ടുകാരും നാട്ടുകാരും റോസ് എന്നാണ് വിളിക്കുന്നതെങ്കിലും ഞാൻ റോസിക്കുട്ടി, റോസി ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. റോസ്മേരി ചേച്ചിയും ഞാനും തമ്മിൽ 3-4 വയസ്സിന് മുകളിൽ പ്രായവ്യത്യാസമുണ്ട്. അപ്പനും അമ്മയും നല്ല സൗന്ദര്യമുള്ളവരായതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മക്കളും കാണാൻ നല്ല സൗന്ദര്യമുള്ളവരാണ്. ഇസബെല്ല ചേച്ചിയും റോസ്മേരി ചേച്ചിയും കാണാൻ അതിസുന്ദരിമാരായിരുന്നെങ്കിലും കുറച്ചുകൂടി സുന്ദരിയായിട്ടുള്ളത് റോസ്മേരി ചേച്ചിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റോസി ചേച്ചി കാണാനായിട്ട് നയൻതാരയില്ലേ, ബേബി നയൻതാര, അതേപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ MTech ഫസ്റ്റ് ഇയറിന് അഡ്മിഷൻ കിട്ടി നിൽക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ മാത്രം ദൂരമുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. അതേ കോളേജിൽ തന്നെ BTech 1-ാം വർഷം പഠിക്കുന്ന ആളാണ് ഞാൻ. ഇസബെല്ല ചേച്ചി കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ ഒരിക്കൽ പള്ളിയിൽ വെച്ച് ചേച്ചീനെ കണ്ട മൂത്ത അളിയൻ്റെ വീട്ടുകാർ പെണ്ണാലോചിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. വലിയ തറവാട്ടുകാർ, ചെക്കൻ കാനഡയിൽ. ചാച്ചന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പെൺമക്കളൊക്കെ കാണാൻ നല്ല സുന്ദരികളായതുകൊണ്ട് ചാച്ചന് വലിയ ക്യാഷ് ചിലവൊന്നുമില്ലാണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. വീട്ടിലെ ഇളയ സന്താനമായതുകൊണ്ട് എന്നെ ഭയങ്കര ലാളിച്ചാണ് വളർത്തിയത്. ആദ്യത്തെ 2 പെൺമക്കളായതുകൊണ്ട് ഒരാൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ചാച്ചനും അമ്മച്ചിയും നേർച്ചകൾ നേർന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓവർ ലാളനകൾ കിട്ടിയത് കൊണ്ടാവണം നമ്മൾ സ്വല്പം മിടക്കായിപ്പോയി. റോസി ചേച്ചിയുടെ BTech പഠനം കോഴിക്കോടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഇസബെല്ല ചേച്ചി കെട്ടുകഴിഞ്ഞ് പോയതോടെ അമ്മച്ചിക്ക് കൂട്ടാരുമില്ലാത്തതിനാൽ റോസി ചേച്ചി BTech കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ മതി എന്ന് ചാച്ചൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനും ചേച്ചിയും ഒരുമിച്ചാണ് കോളേജിൽ പോകുന്നത്. ഞാനും റോസി ചേച്ചിയും 2000 കിഡ്സ് ആയതുകൊണ്ടും ഇസബെല്ല ചേച്ചി 90s കിഡ് ആയതുകൊണ്ടും പല കാര്യങ്ങൾക്കും ഞാനും റോസി ചേച്ചിയും സെറ്റാണ്. വീട്ടിലുണ്ടായിരുന്നപ്പോൾ 90s കിഡ്സിൻ്റെ തള്ളലുകൾ തള്ളുന്നത് കൊണ്ട് തന്നെ കാരണം ചേച്ചീനെ തിരിച്ച് കൗണ്ടറടിച്ച് കളിയാക്കാൻ ഞങ്ങൾ ഒരു ടീമാണ്. അല്ല പിന്നെ, ഞങ്ങൾ 2000 കിഡ്സിനെ പാൽക്കുപ്പി കിഡ്സ് എന്ന് വിളിച്ച് കളിയാക്കുന്ന ഇസ ചേച്ചിക്ക് തിരിച്ചും പണി കൊടുക്കണ്ടേ? എനിക്ക് റോസ് ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ചേച്ചിക്കും അങ്ങനെയായിരുന്നു.
ചേച്ചി ബിടെക് പഠനമായി വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അല്പം അകൽച്ച വന്നത്. വീണ്ടും ഒരേ സ്ഥലത്തായപ്പോൾ ഞങ്ങൾ വീണ്ടും ചങ്കുകളായി. ഹാളിൽ ഇരുന്നപ്പോൾ ചേച്ചി ഒരു കിറ്റ്കാറ്റായിട്ട് വരുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. പണ്ട് മുതൽക്കേ ചോക്ലേറ്റ് കിട്ടുമ്പോൾ റോസി ചേച്ചി എനിക്കും തരും. ചോക്ലേറ്റ് പീസ് എടുത്ത് ഒരറ്റം കടിച്ചു പിടിച്ച് ചോക്ലേറ്റിൻ്റെ മറ്റേ അറ്റം എന്നെ കൊണ്ട് കടിപ്പിക്കും. കിറ്റ്കാറ്റ് ചോക്ലേറ്റ് 2 പാളികളുള്ളത് എടുത്ത് ചേച്ചി കടിച്ചു പിടിച്ച് എൻ്റെ മുഖത്തിനടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഉമ്മെന്ന് മൂളി. പകുതി ചോക്ലേറ്റ് കടിച്ചെടുക്കാനുള്ള കമാൻഡാണ്. ഞാൻ ചോക്ലേറ്റ് കടിച്ചപ്പോൾ ഒരു ചെറിയ കറുമുറു ശബ്ദം വന്നു. പണ്ടും അങ്ങനെയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ചേച്ചി എന്നെ നോക്കി കണ്ണിറുക്കി ഒരു ചിരി പാസാക്കി ചേച്ചിയുടെ തല കൊണ്ട് എൻ്റെ തലയിൽ ഇടിക്കും. അരിമുറുക്കെടുത്തിട്ടും ഈ പരിപാടിയുണ്ട് ചേച്ചിക്ക്. കടിപ്പിക്കുക, കറുമുറു സൗണ്ട് കേൾപ്പിക്കുക, തല കൊണ്ടിടിക്കുക. ആദ്യമൊക്കെ ദേഷ്യം വരുമായിരുന്നെങ്കിലും പിന്നീട് അതെനിക്കിഷ്ടമുള്ള പരിപാടിയായി. ഞാൻ ചോദിച്ചു, ഇപ്പോഴും ഇതൊക്കെ മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറക്കുമോ? എൻ്റെ മൂക്കിൽ പിടിച്ച് ചിനുക്കിയിട്ട് ചേച്ചി ഓടിപ്പോയി. കോളേജിൽ പോകാൻ ചാച്ചൻ വാങ്ങിത്തന്ന ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. അതിലാണ് ഞങ്ങളുടെ പോക്കുവരവ്. പുതിയ കോളേജിൽ ചേച്ചിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സ്റ്റെഫി ഫെർണാണ്ടസ് എന്ന ചേച്ചി. അങ്കമാലിയാണ് സ്റ്റെഫി ചേച്ചിയുടെ വീട്. സ്റ്റെഫി ചേച്ചി കാണാൻ ഒരു കിടിലൻ ചരക്കാണ് കേട്ടോ. റോസ്മേരി ചേച്ചിയുടെ അത്ര വെള്ള അല്ലെങ്കിലും എന്തോ ഒക്കെ പ്രത്യേക സൗന്ദര്യമാണ് ചേച്ചിക്ക്. കോളേജ് യൂണിഫോം ഇട്ട് നിൽക്കുമ്പോഴും പൊളിയാണ് ചേച്ചി. ഒരു 22 വയസ്സുകാരിക്ക് വേണ്ട തടിയല്ല സ്റ്റെഫി ചേച്ചിക്കുള്ളത്. ദൈവം ആവശ്യത്തിൽ കൂടുതൽ എല്ലാം സ്റ്റെഫി ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ചേച്ചി ക്ലാസ്സിൽ കയറാനായി സ്റ്റെപ്പ് കയറി പോകുന്നത് ഞാൻ ഇടയ്ക്ക് നോക്കി നിൽക്കാറുണ്ട്. ഓരോ സ്റ്റെപ്പും കയറുമ്പോഴും ഇങ്ങനെ ഇളകി ആടുന്നത് കാണാൻ നല്ല രസമാണ്. ചേച്ചിയും റോസ്മേരി ചേച്ചിയും ബിടെക്കാണ് പഠിച്ചതും ഒരേ കോളേജിലാണ്. അന്ന് പഠിക്കുമ്പോൾ റോസ് ചേച്ചി ആദ്യം കോളേജ് ഹോസ്റ്റലിലായിരുന്നു നിന്നതെങ്കിലും പിന്നീട് എൻ്റെ അങ്കിളിൻ്റെ കെയർ ഓഫിൽ ഒരു വീട്ടിലെ മുകൾ നിലയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു. കൂടെ ഈ സ്റ്റെഫി ചേച്ചിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി വന്ന ഈ കോളേജിലും ഒരേ ക്ലാസ്സിൽ സ്റ്റെഫി ചേച്ചിയുമുണ്ട്. കോളേജിൽ എനിക്കും ഒരു ചങ്കുണ്ട്, ജോസ് വാഴക്കുന്നൻ. ഇടുക്കിയിലുള്ള ഒരു പണച്ചാക്ക് പ്ലാന്ററുടെ മോനാണ്. എൻട്രൻസ് റിപ്പീറ്റ് അടിച്ചിട്ടും രക്ഷയില്ലാതെ അപ്പൻ്റെ കാശിന് ഒപ്പിച്ചെടുത്ത സീറ്റാണ് ഈ അഡ്മിഷൻ. പ്രായത്തിൽ എന്നെക്കാളും മൂത്തതാണ്, പക്ഷേ കട്ട ചങ്കാണ്, എല്ലാത്തിനും കൂടെ നിൽക്കും. ജോസിൻ്റെ പേര് പറഞ്ഞപ്പോഴുള്ള ഒരു സംഭവമുണ്ട്. ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്ന ത്രിപാഠി സാർ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്. എന്നുവെച്ചാൽ ഇവിടെ വന്ന് സെറ്റിലായതാണ്. മലയാളം ആക്സെൻ്റ് അത്ര വഴങ്ങില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും കൂടുതലും ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാർ എല്ലാവരെയും മുഴുവൻ പേരിലേ വിളിക്കൂ. എന്നെ എൻ്റെ മുഴുവൻ പേരായ റോബിൻ സേവ്യർ എന്ന് വിളിക്കും. ക്ലാസ്സിൽ ഒരു മൊഞ്ചത്തി ഉമ്മച്ചിക്കുട്ടിയുണ്ട്. അവളുടെ ഫുൾ നെയിമായ ഐറ മറിയം ഖാദർ എന്ന് സാർ ഫുള്ളായിട്ട് വിളിക്കും. എല്ലാവരും പരിചയപ്പെട്ട ദിവസം നമ്മുടെ ജോസിൻ്റെ പേര് സാർ വിളിച്ചത് ജോസ് വാഴക്കുണ്ണാൻ എന്നായിരുന്നു. ക്ലാസ്സിൽ ഒരു ചിരി പൊട്ടി. ജോസ് തിരുത്തി, വാഴക്കുണ്ണാനല്ല സാറേ, വാഴക്കുന്നൻ. സാർ അപ്പോൾ തന്നെ തിരുത്തി, ജോസ് വാഴക്കുണ്ണൻ. ജോസ് തലയിൽ കൈവച്ച് ദേ പിന്നെയും. ജോസാണ് ക്ലാസ്സിലെ തുണ്ട് സപ്ലയർ. അവൻ തരുന്നതൊക്കെ ഒരു ഒന്നൊന്നര സാധനങ്ങളാണ്. ഞാൻ ഇടയ്ക്കൊക്കെ റോസി ചേച്ചിയുടെയും സ്റ്റെഫി ചേച്ചിയുടെയും അടുത്ത് പോയിരിക്കും. സ്റ്റെഫി ചേച്ചിയുടെ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്കമാലിക്കാരിയാണെങ്കിലും സംസാരത്തിൽ തൃശ്ശൂർ സ്ലാങ് ഒക്കെ കയറി വരും. അത് കേൾക്കാനും വേറെ ചിലതൊക്കെ കാണാനും വേണ്ടി ജോസിനെയും കൂടെ കൂട്ടും. ജോസിൻ്റെ വാണറാണിയാണ് സ്റ്റെഫി ചേച്ചി. ഞങ്ങൾ അങ്ങനെ കാണാൻ പോകുന്നതിനിടയിൽ ത്രിപാഠി സാർ എതിരെ വരുന്നു. സാർ ചോദിച്ചു, റോബിൻ സേവ്യർ ആൻഡ് ജോസ് വാഴക്കുന്നൻ എങ്ങോട്ട് പോകുന്നു? ജോസ്, ലൈബ്രറിയിലേക്കാണ് സാറേ. സർ, ഓ വെരി ഗുഡ്, റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്, കീപ് ഇറ്റ് അപ്പ് ജോസ് വാഴക്കുന്നൻ. ജോസ് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സാർ എന്നെ ജോസ് എന്ന് മാത്രം വിളിച്ചോളൂ. ഇല്ലേൽ അത് ബുദ്ധിമുട്ടാണേൽ ജോസ് വാഴി എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ വെറും വാഴി എന്ന് വിളിച്ചോളൂ. ഫുൾ നെയിം വിളിക്കല്ലേ, ബാക്കി പിള്ളേർ കളിയാക്കുകയാണ്. സാർ, ഓക്കെ ജോസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നു നീങ്ങി. അങ്ങേരുടെ ഒരു വാഴക്കുണ്ണൻ. ശനിയാഴ്ച അവധിയായതുകൊണ്ട് ഞാനും ചേച്ചിയും വീട്ടിലുണ്ട്. എനിക്ക് റോസി ചേച്ചിയോട് പുതിയതായുള്ള എന്തോ ഒക്കെ ഒരു താല്പര്യം തോന്നാൻ തുടങ്ങിയ ഒരു സംഭവം അന്നുണ്ടായി. എൻ്റെ വീടിനോട് ചേർന്ന് ഒരു പേരയുണ്ട്. അതിൽ കായ്ക്കുന്ന പേരയ്ക്കെല്ലാം ഉഗ്രനാണ്. ഒരു വലിയ കൊമ്പ് 1-ാം നിലയിലെ ടെറസിലോട്ട് നീണ്ടു കിടക്കുകയാണ്. ഞാൻ മരത്തിൽ കയറി ഊർന്നിറങ്ങി സൺഷെയ്ഡ് വഴി പതിയെ നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോസ് ചേച്ചിയുടെ റൂമിനടുത്തുള്ള സൺഷെയ്ഡിൽ കൂടെ നിരങ്ങുവാണ്. ചെറിയൊരു എയർ ഹോളുണ്ട്. അതങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത എയർ ഹോളാണ്. ഞാൻ ചുമ്മാ ഒന്ന് ആ ഹോളിലൂടെ ഒളി കണ്ടിട്ട് നോക്കി. ഒരു കണ്ണടച്ച് വെച്ച് നോക്കണം. റൂമിൽ ലൈറ്റ് കിടപ്പുണ്ട്. അകത്ത് നിന്ന് ലോക്കാണ്. ചേച്ചിയെ കാണുന്നില്ല. ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്നു. കുളി കഴിഞ്ഞ് റോസ് ചേച്ചി ഒരു മഞ്ഞയും കറുപ്പും കലർന്ന ബാത്ത് ടവൽ ചുറ്റി ഇറങ്ങി വരുന്നു. മുടി വേറൊരു ടവൽ കൊണ്ട് കെട്ടി പൊതിഞ്ഞു വെച്ചേക്കുവാണ്. ബാത്ത് ടവലിൻ്റെ നീളം കഷ്ടിച്ച് കാൽമുട്ട് വരെയുള്ളൂ. ചേച്ചി തലയിൽ ചുറ്റിയ ടവൽ മാറ്റി മുടി ഒന്ന് കുടയുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് ചേച്ചിയുടെ ഫേവറേറ്റ് ഹിന്ദി സോങ് ഉണ്ട്, അത് വെച്ചു. ഈ സോങ്ങിൽ ആലിയ ഭട്ട് ബാത്ത് ടവലിട്ടുണ്ട് റൂമിൽ ഇങ്ങനെ മിററിൽ നോക്കി ഡാൻസ് ചെയ്യുന്ന സീനുണ്ട്. ചേച്ചി അതേപോലെ കണ്ണാടിയിൽ നോക്കി ഡാൻസ് ചെയ്യുന്നു. ആലിയ ഭട്ടാണെന്നാണ് ചേച്ചിയുടെ വിചാരം. ആലിയ ഭട്ടല്ലെങ്കിലും ബാത്ത് ടവലിൽ ഇങ്ങനെയൊക്കെ നിന്നിട്ട് വേറെ ഒരു സിനിമാ നടിയെ പോലുണ്ട്. ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങി. ചേച്ചി ഡാൻസൊക്കെ നിർത്തി അലമാര തുറന്ന് ചേച്ചിയുടെ ബോഡി ലോഷൻ എടുത്ത് ടേബിളിൽ വെച്ചു. പിന്നെ വേറൊരു കുഞ്ഞു ഡബ്ബയിൽ എന്തോ ഒരു ക്രീം. പിന്നെ താണ്ടെ ചെറിയ മൈക്കെടുക്കുന്നു. ഇവളാൾ കൊള്ളാലോ, അമ്പടി ചേച്ചി. ചേച്ചി ബോഡി ലോഷൻ എടുത്ത് ചേച്ചിയുടെ 2 കൈകളിലും മാറി മാറി തേച്ച് തുടങ്ങി. പിന്നെ കഴുത്തിലും. ചേച്ചി എഴുന്നേറ്റ് നിന്ന് കാലെടുത്ത് കസേരയിൽ വെച്ച് കാൽമുട്ടുകളിലും കാൽപാദങ്ങളിലും തേച്ച് പിടിപ്പിച്ചു. ശേഷം ആ കുഞ്ഞു ഡപ്പി തുറന്നു. വേറൊരു ക്രീം എടുത്ത് വേണ്ടത് ചെയ്യാൻ തുടങ്ങി. മൈക്കെടുത്ത് താലോലിക്കാൻ തുടങ്ങി. അത് വെച്ച് ചേച്ചി പാട്ട് പാടുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നു. എന്നിട്ട് മൈക്കിൽ ഉമ്മ വെച്ച് ഫോണിലെ പാട്ട് മാറ്റി. പാട്ട് പാടലൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് മൈക്കിനെ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെച്ച ചേച്ചി വേഗം റെഡിയായി ഫുഡ് കഴിക്കാനായി മമ്മി ചോറ് എന്ന് പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് പോയി. ഈ ചേച്ചി ആൾ കൊള്ളാലോ. ഞാനും പോയി ഫ്രഷായി ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും എൻ്റെ ചിന്ത അതായിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ട് ഫുഡ് കഴിക്കുന്ന റോസി ചേച്ചീനെ നോക്കി ഞാനൊന്ന് ചിരിച്ചു. നേരത്തെ കണ്ട രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഞാൻ ചേച്ചിയെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കണ്ട ചേച്ചി എന്നെ നോക്കി പുരികക്കൊടി പൊക്കി. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല
ചേച്ചിയെ ഇപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി. റോസ്, താങ്ക് യു. ഒരു അഭിമാന ചിരി. മൊബൈലിൽ തോണ്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന റോസി ചേച്ചി കൈ കഴുകാനായി പോയി. ഞാൻ ഫുഡടി തുടർന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ചേച്ചി ഡോർ തുറന്ന് ആരാ എന്ന് നോക്കാൻ പോയി. ചേച്ചിയുടെ ഫോണിൽ കിണിം എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചേച്ചിയുടെ ഫോൺ എടുത്ത് നോക്കി. ഫോൺ സ്ക്രീൻ ലോക്ക് ആയിട്ടില്ല. സ്റ്റെഫി ചേച്ചിയുടെ വാട്സാപ്പ് മെസ്സേജാണ്. ഞാൻ സ്ക്രോൾ ചെയ്ത് അല്പം ബാക്കിലോട്ട് പോയി. സ്റ്റെഫി ചേച്ചിയുടെ മെസ്സേജ്: അവൻ എങ്ങനുണ്ടടി? റോസി ചേച്ചി ഒരു തമ്പ് ഇമോജി. ആ ഇമോജിക്ക് സ്റ്റെഫി ചേച്ചിയുടെ റിപ്ലൈ: എങ്ങനുണ്ട് എൻ്റെ ചെക്കൻ? റോസ് ചേച്ചിയുടെ റിപ്ലൈ: നിൻ്റെ ചെറുക്കൻ നല്ല അനുസരണയുള്ള ചുള്ളൻ പയ്യനാണ് മോളെ. 2 ദിവസം കൂടി അവൻ എൻ്റെ കസ്റ്റഡിയിലിരിക്കട്ടെ. എന്നിട്ട് ജാമ്യം കൊടുത്ത് അവനെ റിലീസ് ചെയ്ത് നിനക്ക് തന്നെ തന്നേക്കാം. റോസ് ചേച്ചി തിരികെ വരുന്ന കാൽപ്പെരുമാറ്റം കേട്ട് ഞാൻ ഫോൺ ചേച്ചി ഇരുന്നിടത്ത് വെച്ചു. ഞാൻ ചോദിച്ചു: ആരാ ചേച്ചി? ഓ, സെയിൽസിന് വന്ന 2 ചെക്കന്മാരാടാ. അവർ മാർക്കറ്റ് ചെയ്യുന്ന സാധനമൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലോർത്തു, ചേച്ചിക്ക് വേണ്ട സാധനമൊന്നും ആ പിള്ളേരുടെ കയ്യിൽ കാണില്ല. ഞാൻ മനസ്സിൽ ഊറിച്ചിരിച്ചുകൊണ്ട് കഴിപ്പ് തുടർന്നു. സ്റ്റെഫി ചേച്ചിയുടെയും റോസ് ചേച്ചിയുടെയും ഈ താലം കൈമാറ്റം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നിരിക്കണം. എനിക്ക് പിന്നീട് പണിയെടുക്കുമ്പോഴൊക്കെ റോസി ചേച്ചി ആയിരുന്നു കൂടുതൽ ഓർക്കാൻ തോന്നിയിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ സ്റ്റോറി എഴുതി വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് പാർട്ട് 2 ഉണ്ട്. അപ്പോൾ പാർട്ട് 2 നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പാർട്ട് 2 പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഗതികൾ കാണും. ഈ ബീപ്പ് സൗണ്ട് ഒരുപാട് കൂടുതലായിരിക്കും പാർട്ട് 2. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് കണ്ടാൽ മതി. സംഭവ ബഹുലമായ പാർട്ടായിരിക്കും അടുത്തത്. അപ്പോൾ അതേപോലെ ഇടയ്ക്കത്തെ ആ ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്ക് കിട്ടും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. വിത്ത് ലവ്, അലീന ആൻസി.